നമ്മൾ ആ പ്രൊമോയിൽ കണ്ട അടിയും ഇടിയും തള്ളും പിച്ചും നുള്ളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ പറയണം. കാര്യം ഉന്തും തള്ളും മാത്രമല്ല, പിച്ചും മാന്തും അള്ളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ സീസൺ 5 ഉണ്ടായിരുന്ന പോലത്തെ കോയിൽ എറിയണം, ആരുടെ ദേഹത്ത് തൊട്ടിരിക്കുന്ന അവർ ഔട്ട്. അത് ആ ടാസ്ക് ആയിരുന്നു. അപ്പം ഈ ടാസ്കിൽ നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ മുടിയൻ ശരണ്യൊക്കെ ഒരു സൈഡിലും, മറ്റേ ഇവരുടെ ജിൻഡോ, നമ്മുടെ അൻസിബ, ജാസ്മിൻ, ഇവർ ഇത്തരമാണല്ലോ. അപ്പം നമ്മുടെ ഗബ്രിയുടെ ടീമിലെ മുടിയനെ പിടിച്ച് വെച്ചിട്ട് മുടിയുടെ ദേഹത്ത് ഈ കോയിൽ ഒട്ടിച്ചു. നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ അൻസിബയും നമ്മുടെ ജാസ്മിനൊക്കെ കൂടി. അങ്ങനെ ആ ബെസറടിച്ചപ്പോഴത്തേക്കും മുടിയൻ ഔട്ടായിപ്പോയി. ആ ഒരു ദേഷ്യമായപ്പോഴത്തേക്കും മുടിയനും ഗബ്രിയും എല്ലാം കൂടെ ജിൻഡോയുടെ നേർക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയല്ലേ ഈ ടാസ്ക് കളിക്കുന്നത്, ഞങ്ങൾ പിന്നെ ഫിസിക്കലായിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ അടുത്ത ടാസ്ക് ബെസറടിക്കും, രണ്ടാമത്തെ തന്നെ. അപ്പോഴത്തേക്കും പിന്നെ ഇവർ തമ്മിൽ ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഉന്തായി തള്ളായി. പിന്നെ ഗബ്രിയെ ജിൻഡോ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അത് വിടാത്തതിന് മുടുക്കി പിടിച്ച് വരയ്ക്കുന്നു, ഗബ്രിയെ അള്ളുന്നു, അല്ല ഗബ്രി ജിൻഡോയെ അള്ളുന്നു, മുഖത്തൊക്കെ അള്ളി, പിന്നെ ഷോൾഡറിലൊക്കെ അള്ളി പറിച്ചൊരു പരുവായി. പിന്നെ രണ്ടുപേരും കൂടെ വീണ് ഗബ്രി വീണിൻ്റെ പുറത്തുകൂടെ ജിൻഡോയും വീണു. ഉന്തും തള്ളൽ പറ്റിയതാ. അങ്ങനെ ശ്വാസം മുട്ടെന്ന് പറഞ്ഞ് അല്ലറി വിളിച്ച് ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് ബെസറടിച്ച്. ആ ഒരവസ്ഥയായിരുന്നു. കണ്ടുകൊണ്ട് നമുക്കൊരു ഷോക്കാവുമായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് പറയും രണ്ടെണ്ണത്തിനെ 2 റൂമിൽ കൊണ്ടിടാൻ. അതായത് നമ്മുടെ ക്യാപ്റ്റനോട് പറയും 2 പേരെ 2 റൂമിൽ കൊണ്ട് അടച്ചിടാൻ പറയും. പിന്നെ അവിടെ കിടന്നുള്ള ബഹളം, നിലവിളി, വിളിച്ചു കോവല്. ജിൻഡോയാണെങ്കിൽ ജാസ്മിനും ഗബ്രി ഇതിനിടയ്ക്ക് ഉന്തും തള്ളുമായിരുന്നു. ആദ്യത്തെ ഈ ഒരു അതായത് മുടിയൻ ഔട്ടായ സമയത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ വഴക്ക്, മുടിയനും ജാസ്മിനും തമ്മിൽ വഴക്ക്, ആകെ മൊത്തം വഴക്കുകളായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഈ രണ്ടാമത് ഈ ഉന്തും തള്ളും കൊണ്ടുപോയത്. അപ്പം അപ്പോഴത്തേക്കും ജിൻഡോയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് അൻസിബയും നമ്മുടെ ജാസ്മിനും ഉണ്ട്. അതുപോലെ തന്നെ ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുടിയനും ശരണ്യൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം ചെയ്ത് തിരിഞ്ഞുകൊണ്ടുള്ള വഴക്കും. പിന്നെ ഇതിനിടയ്ക്ക് അല്ലാതെ ഗെയിം കളിക്കുന്ന പല ആൾക്കാരും. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു അടി കിടക്കുമ്പോൾ നമ്മുടെ സായി ഒന്നും വലിയതായിട്ടൊന്നും ചെന്ന് പിടിക്കുന്നൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ ചെന്ന് പിടിക്കുന്നുള്ളൂ കേട്ടോ. സായിക്കൊന്നും വലിയ ഇതില്ല. അടിക്കുന്നെങ്കിൽ അടിക്കട്ട്, പുറത്തു പോകുന്നെങ്കിൽ പോട്ടെ എന്ന രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ സായി സീക്രട്ട് ഏജൻ്റൊക്കെ കേട്ടോ. എന്തായാലും ജിൻഡോയെ അള്ളിപ്പറിച്ചൊരു പരുവാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഗബ്രിക്കാണെങ്കിൽ ഗബ്രിയുടെ പുറത്തൂടെ വീണ് ശ്വാസം മുട്ടെന്നും പറഞ്ഞ് ഗബ്രി ഇരിക്കുന്നു. ആകെ മൊത്തം പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ CID രാംദാസ് ലാലേട്ടൻ വിളിക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ഇരിക്കുകയാണ്. എന്തായാലും വീക്കെൻഡ് 2 പേർക്കും കൂടെ പൊരിപ്പിനുള്ള ഒരു റീസൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ വീക്കെൻഡ് 2 പേര് ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കും. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ ആരാണ് തെറ്റുകാരൻ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.